guys, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പേജ് നമ്പർ 13 സെക്കൻഡ് ക്വസ്റ്റ്യൻ. അതിൽ കുറേ സ്ക്വയർസ് ഒക്കെ തന്നിട്ടുണ്ട്. ഹൗ മെനി സ്മോൾ സ്ക്വയർസ് ആർ ദർ ഇൻ ഈച്ച് പിക്ചർ? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓരോന്നിലും എത്ര സ്ക്വയർസ് ഉണ്ടെന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ആദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്മോൾ സ്ക്വയർസ്. ഇത് എത്ര സ്മോൾ സ്ക്വയർസ് ആണ് ഉള്ളത്? 2. ഇതിൽ 4, 6, 8. ഇതാണ് ഫസ്റ്റിലുള്ള സ്മോൾ സ്ക്വയർസിൻ്റെ എണ്ണം. ഇനി അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഹൗ മെനി ലാർജ് സ്ക്വയർസ്? അപ്പോൾ എത്ര ലാർജ് സ്ക്വയർസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് പിക്ചറിൽ ലാർജ് സ്ക്വയർ ഉണ്ടോ? ഇല്ല. അതിലൊരു സ്ക്വയർ, വലിയ സ്ക്വയർ ഇല്ല. അപ്പോൾ 0. ഇതിലെത്രയാണ്? എത്ര ലാർജ് സ്ക്വയർ? ഒരേ ഒരു സിംഗിൾ സ്ക്വയറാണ് ഉള്ളത്. ഇതിലോ, ഈ പിക്ചറിലോ 2 സ്ക്വയർസ് ഉണ്ട്. ഇതിൽ 1, 2, 3 അങ്ങനെ 3 സ്ക്വയർസാണ് ഉള്ളത്. ഇനി തേർഡ് വൺ. ഹൗ മെനി സ്ക്വയർസ് ഇൻ ഈച്ച് പിക്ചർ? അപ്പോൾ ഇത് രണ്ടും കൂടെ, അല്ലെങ്കിൽ മൊത്തം എത്ര സ്ക്വയർസ് ഉണ്ടെന്ന്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഓരോ പിക്ചറിലും എത്ര സ്ക്വയർസ് ഉണ്ടെന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തതിൽ എത്ര എണ്ണമാണുള്ളത്? 2, അടുത്തതിൽ 5, അടുത്ത 8, then 11. Next question is that if we continue the pattern of pictures, are the sequences above arithmetic sequence? ഇത് അരിത്മാറ്റിക് സീക്വൻസ് ആണോ? ഈ സീക്വൻസ് എഴുതി തുടങ്ങുമ്പോൾ അത് അരിത്മാറ്റിക് ആണോ അല്ലയോ എന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ചെക്ക് ചെയ്യാനായിട്ട് പോകും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വണ്ണിൻ്റെ എന്താ, 2, 4, 6, 8. അപ്പോൾ 8 - 6 2 ആണ്. 6 - 4 2 ആണ്. 4 - 2 2. Therefore, this is an arithmetic sequence. എന്ത് സീക്വൻസ് ആണത്? അരിത്മാറ്റിക് സീക്വൻസ്. ഇനി സെക്കൻഡിൻ്റെ എന്താണ്, ലാർജ് സ്ക്വയർസിൻ്റെ 0, 1, 2, 0, 1, 2, 3, 4, ഇങ്ങനെയാണ് വരും. അപ്പോൾ 4 - 3 1, 3 - 2 1, 2 - 1 1. അപ്പോൾ ഇത് എന്താണ്? ദിസ് ഈസ് ആൻ അരിത്മാറ്റിക് സീക്വൻസ്. ഇനി അടുത്തത് എന്താ, ഇതെല്ലാം കൂടെ ഉള്ളത് അതും ചെക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ആദ്യത്തെ എന്താ വന്നത്? 2, 5, 8, 11 ഇങ്ങനെയാണ് വന്നത്. അപ്പോൾ 11 - 8 3 ആണ്. 8 - 5 3 ആണ്. 5 - 2 3 ആണ്. അപ്പോൾ ഇത് എന്താണ്? അരിത്മാറ്റിക് സീക്വൻസ് ആണ്. ദാറ്റ്സ് ഓൾ. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നത്? ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആ ട്രയാങ്കിൾ കുറേ ലൈൻസ് വെച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഈക്വലി സ്പേസ്ഡ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്? ഈ പെർപെൻഡിക്കുലേഴ്സിന് ഈ ഹൈറ്റ് അരിത്മാറ്റിക് സീക്വൻസിലാണ് പോയിരിക്കുന്നത്. ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇത് ഈക്വലി സ്പേസ്ഡ് ആണെന്ന് പറയുമ്പോൾ ഈ ഇതെല്ലാം എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതായത് AB = BC = CD = DY ആയിരിക്കും. ഇവിടെ ഈക്വലി സ്പേസ്ഡ് ആണെങ്കിൽ ഈ ലൈനും അതുപോലെ ഈക്വൽ തന്നെ ആയിരിക്കില്ല ഹൈറ്റും. അപ്പോൾ PQയും QRും RSും SCയും ഇതെല്ലാം തന്നെ എന്തായിരിക്കും, ഉറപ്പായിട്ടും സെയിം തന്നെ ആയിരിക്കും. ഇനി ഈ ആംഗിൾ എല്ലാത്തിൻ്റെയും എത്ര തന്നെയാണ്, 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ട്രയാങ്കിൾസ് എല്ലാം എന്ത് ട്രയാങ്കിൾസ് ആയി? ഈക്വൽ ട്രയാങ്കിൾസ് ആയി. അതായത് PQM, QRN, RSO, then triangle SGZR, ഈക്വൽ ട്രയാങ്കിൾ. ഇതെല്ലാം എന്ത് ട്രയാങ്കിൾസ് ആണ്? ഈക്വൽ ട്രയാങ്കിൾ. അപ്പോൾ ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ സൈഡ്സ് എല്ലാം എന്തായിരിക്കും,
ഉറപ്പായിട്ടും ഈക്വൽ ആയിരിക്കും. ഇതെല്ലാം എത്രയായിരിക്കും? ഈക്വൽ. അപ്പോൾ ഇത് നമുക്ക് ഡി ആയിട്ട് എടുക്കാം. ഇതെന്തായിട്ട് എടുക്കാം? നമുക്ക് ഡി. അപ്പോൾ ഇതെല്ലാം എത്ര തന്നെയാവും? ഡി. അതുപോലെ ഈ സൈഡ് നമുക്ക് എന്തായിട്ട് കൊടുക്കാം? ഈ ഒരു ലെങ്ത്ത് എക്സ് ആയിട്ട് എടുക്കാം. ഈ ഒരു ലെങ്ത്ത് ഇതെല്ലാം എന്തായിട്ട് നമുക്ക് എടുക്കാം? അപ്പോൾ എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഹൈറ്റ്, ഈ ഹൈറ്റിൽ നമുക്ക് അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഹൈറ്റ് എന്ന് പറയണം, അല്ലെങ്കിൽ എ പി എന്ന് പറയണത് എന്തായിരിക്കും? എക്സ് മാത്രമായിരിക്കും അല്ലേ. ഇനി ബി ക്യൂ എന്ന് പറയണത് എന്തായിരിക്കും? എക്സ് പ്ലസ്, ഇത് നമ്മൾ ഡി ആയിട്ടല്ലേ അസ്യൂം ചെയ്തത്, അപ്പോൾ എക്സ് പ്ലസ് അത് എന്തായിരിക്കും? ഡി. ഇനി അടുത്ത് സി ആർ എന്ന് പറയണത് എന്താ? എക്സും വരും, ഇതൊരു ഡി പിന്നെ ഒരു ഡി. അപ്പോൾ എക്സ് പ്ലസ് എത്ര ഡി ഉണ്ട്? 2. ഇനി അടുത്തത് സി ആർ കഴിഞ്ഞാൽ എന്താ? ഡി എസ്. അപ്പോൾ ഡി എസ് എന്ന് വെച്ച് വരണത് എത്രയായിരിക്കും? എക്സ് പ്ലസ് 3D. അടുത്ത വൈ ടി, അത് എത്രയായിരിക്കും? എക്സ് പ്ലസ് 4D. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവേണ്ടത് ഇത് എല്ലാത്തിലും എന്താണ് ആഡായി വന്നിരിക്കുന്നത്? ഡി ആണ് ആഡായി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്? ഉറപ്പായിട്ടും ഒരു അരിത്മാറ്റിക് സീക്വൻസ് ആണ്. നമുക്കത് പ്രൂവ് ചെയ്യാം. നമുക്ക് ആദ്യം ഇതിൽ ഇത് മൈനസ് ചെയ്യാം. എക്സ് പ്ലസ് 3D മൈനസ് എക്സ് പ്ലസ് 2D. ദാറ്റ് ഇസ് എക്സ് പ്ലസ് 3D മൈനസ് എക്സ് മൈനസ് 2D. അപ്പോൾ പ്ലസ് എക്സും മൈനസ് എക്സും പോയി 3D നിന്ന് 2D കുറച്ച് എത്ര കിട്ടും? ഇപ്പോൾ ഡി ആണ് ഇവിടുത്തെ ഡിഫറൻസ്. ഇനി അടുത്ത് നമുക്ക് എക്സ് പ്ലസ് 2D ഇതിൽ നിന്ന് ഇത് കുറയും. അപ്പോൾ എക്സ് പ്ലസ് 2D മൈനസ് എക്സ് പ്ലസ് ജി ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2D മൈനസ് എക്സ് മൈനസ് ജി. പ്ലസ് എക്സും മൈനസ് എക്സും പോയ പിന്നെ 2D നിന്ന് 1D മൈനസ് ചെയ്താൽ എത്ര കിട്ടുക? ഡി ആണ് കിട്ടുക. ഇനി അടുത്തത് നെക്സ്റ്റ് ലാസ്റ്റ് വൺ എക്സ് പ്ലസ് ജി എക്സ് ഓർ എക്സ് പ്ലസ് ജി മൈനസ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? പ്ലസ് എക്സും മൈനസ് എക്സും പോയി പിന്നെ എന്താ ഉള്ളത്? ഡി. അപ്പോൾ എല്ലാത്തിലും കോമൺ ഡിഫറൻസ് എത്രയാണ് വന്നിരിക്കുന്നത്? ഡി ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്? കോമൺ ആയിട്ട് എല്ലാ ഡിഫറൻസും ഒരേപോലെയാണ്. അപ്പോൾ ഈ ഹൈറ്റ്സ് എന്താണ്? അരിത്മാറ്റിക് സീക്വൻസ്. അപ്പോൾ ദിസ് ഹൈറ്റ്സ് ആർ ഇൻ എന്താണ്? അരിത്മാറ്റിക് സീക്വൻസ്. ഓക്കെ ഗൈസ്.